അബി ഫോൾസിലേക്ക് പോവാണ്. മടിക്കരിയിലെ ഒരു പോപ്പുലർ ആയിട്ടുള്ള ലൊക്കേഷനാണിത്. അങ്ങോട്ട് പോകുന്ന വഴിക്കായിട്ട് ഒരു ഗ്ലാസ് ബ്രിഡ്ജും ഉണ്ട്. ഈ വീഡിയോയിൽ നമുക്ക് അബി ഫോൾസിലെ കാഴ്ചകളും ആ ഗ്ലാസ് ബ്രിഡ്ജിലെ കാഴ്ചകളും കാണാം. മടിക്കേരി ടൗണിൽ നിന്ന് ഏകദേശം 6 കിലോമീറ്ററാണ് അബൈ ഫോൾസിലേക്കുള്ളത്. പോകുന്ന വഴിക്ക് ഒരു ചെറിയ നൂൽമഴയും കോടമഞ്ഞും ഒക്കെ ആസ്വദിച്ചാണ് നമ്മൾ പോകുന്നത്. അബൈ ഫോൾസിലേക്ക് കയറുന്ന എൻട്രി ഫീ ഒരാൾക്ക് 10 രൂപയാണ്. എൻട്രൻസിൽ നിന്ന് വാട്ടർഫോൾസിലേക്ക് എത്താൻ ഒരു 5 മിനിറ്റ് നടക്കാനുണ്ട്. കോഫി ചെടികളുടെ ഇടയിലൂടെയാണ് നമ്മൾ നടന്നു പോകുന്നത്. അങ്ങനെ നടന്നു പോകുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് കേൾക്കാം. ഇപ്പോൾ മരങ്ങൾക്കിടയിലൂടെ ഇങ്ങനെ ഒരു കാഴ്ചയും കാണാൻ സാധിക്കും. പോപ്പുലറായൊരു ഡെസ്റ്റിനേഷനാണെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ ഇവിടെ നല്ല തിരക്കുണ്ട്. മുൻപ് കാവേരി നദിയുടെ ഉത്ഭവസ്ഥലമായ തലക്കാവേരിയിലേക്ക് നമ്മൾ പോയിരുന്നു. ആ കാവേരി നദിയിലെ ഒരു വെള്ളച്ചാട്ടമാണ് ഈ കാണുന്ന അബി ഫോൾസ്. ഏകദേശം 70 ഫീറ്റ് ഉയരമുണ്ട് ഈ വെള്ളച്ചാട്ടത്തിന്. വാട്ടർഫോളിൻ്റെ അടുത്തായിട്ടൊരു തൂക്കുപാലം കാണുന്നുണ്ട്. മുൻപ് അപ്പുറത്തെ സൈഡിലേക്ക് പോകാൻ വേണ്ടി യൂസ് ചെയ്തതായിരിക്കാം. ഇപ്പോൾ അത് തകർന്ന് കിടക്കുകയാണ്. അത്യാവശ്യം മഴയൊക്കെ ഉണ്ട്, എന്നാലും വെള്ളം കുറവാണ്. പക്ഷേ താഴെ വെള്ളമൊക്കെ കലങ്ങി ഒഴുകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. വാട്ടർഫോളിൻ്റെ മനോഹരമായ വ്യൂ ഒക്കെ കണ്ട് നമ്മൾ തിരിച്ച് നടക്കുകയാണ്. ഇവിടേക്ക് കയറുന്ന എൻട്രൻസിൻ്റെ അവിടെയായിട്ട് സിപ്പ് ലൈനിൻ്റെ ബോർഡൊക്കെ കണ്ടിരുന്നു. അതുകൂടാതെ വേറെ ചെറിയ അഡ്വഞ്ചർ ആക്ടിവിറ്റീസും ഉണ്ട്. അടുത്തതായി നമ്മൾ പോകുന്നത് നേരത്തെ പറഞ്ഞ ഗ്ലാസ് ബ്രിഡ്ജ് ഉള്ള സ്ഥലത്തേക്കാണ്. കയറാനുള്ള എൻട്രി ഫീ 200 രൂപയാണ് കേട്ടോ ഒരാൾക്ക്. എന്നാലും കയറി ഉള്ളിലേക്ക് പോയപ്പോൾ കോടമഞ്ഞൊക്കെ നിറഞ്ഞൊരു വ്യൂ ആണ് അവിടെ കാണാൻ സാധിക്കുന്നത്. ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് അറ്റ് എ ടൈം കുറച്ച് പേരെ അനുവദിക്കുന്നുള്ളൂ. അത് കാരണം കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് കയറുന്നത്. ചെറിയ ചാറ്റൽ മഴയുള്ളതുകൊണ്ട് അവർ ഇടയ്ക്കിടയ്ക്ക് ബ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്നുണ്ട്. നല്ലപോലെ മേഘം നിറഞ്ഞ ആകാശമാണെങ്കിലും കോടമഞ്ഞൊക്കെയുള്ള ഒരു നല്ല വ്യൂ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ വ്യൂ ഒക്കെ ആസ്വദിച്ച് നമ്മൾ ഒരു 30 മിനിറ്റ്സ് ബ്രിഡ്ജിൽ സ്പെൻഡ് ചെയ്തു. ആളുകൾ കൂടുതലായിട്ട് നടക്കുമ്പോൾ ബ്രിഡ്ജിൽ അത്യാവശ്യം നല്ലപോലെ ഷേക്കിംഗ് അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം അധികം ആൾക്കാരിനെ ഒരുമിച്ച് ബ്രിഡ്ജിലേക്ക് കയറാൻ സമ്മതിക്കാത്തത്.
നല്ല കുറച്ച് കാഴ്ചകൾ കണ്ട് നമ്മൾ തിരികെ മടങ്ങുകയാണ്. ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇവിടെ നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു സ്ഥലവുമായി കാണാം.